ഇതിൽ കരയോഗത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 90 ലക്ഷം രൂപയാണ് മോഷണം പോയിരിക്കുന്നത്. അവിടുത്തെ ഓഫീസ് സ്റ്റാഫിനെയും സെക്രട്ടറിയെ അടക്കം കയ്യേറ്റം ചെയ്തതിന് ഹരിപ്പാട് കോടതിയിൽ FIR ഇട്ട് കേരള പോലീസ് കേസെടുത്തിട്ടുള്ള വ്യക്തികളാണ് ഈ രണ്ടുപേരും. ഇനി അഥവാ ഒപ്പ് ഫോർജറി ചെയ്തതല്ലെങ്കിൽ പോലും മരിച്ചുപോയയുടെ ആളുടെ ഒപ്പിട്ട് എങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടത്താൻ കഴിയുക? നമസ്കാരം. ഹരിപ്പാട് NSS കരയോഗത്തിൽ 90 ലക്ഷത്തിലധികം രൂപ വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്തതായുള്ള പരാതിയാണ് നിലവിലിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത് കരയോഗം അംഗമായ പള്ളിപ്പാട് സ്വദേശി പ്രഭാത് ജി പണിക്കരാണ്. അദ്ദേഹം തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഹരിപ്പാട് നങ്ങ്യാറുളങ്ങരയിലുള്ള 726 നമ്പർ NSS കരയോഗത്തിൽ നടന്ന അഴിമതിയെക്കുറിച്ച് ഞാൻ കൊടുത്ത പരാതിയെ സംബന്ധിച്ചാണ് നിങ്ങളിപ്പോൾ ചോദിച്ചത്. ഇതിൽ കരയോഗത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 90 ലക്ഷം രൂപയാണ് മോഷണം പോയിരിക്കുന്നത്. ഈ പൈസ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണ് RTGS ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. പൈസ നഷ്ടപ്പെട്ടതിലുപരിയായി ആ സമയത്തെ സെക്രട്ടറി മരിച്ചുപോയിരുന്നു. മരിച്ചുപോയ സെക്രട്ടറിയുടെ ഒപ്പ് ഫോർജറി ചെയ്തിട്ടാണ് ഈ RTGS ചെയ്തിരിക്കുന്നത്. അതായത് തുക 90 ലക്ഷം രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കുന്നത് മരിച്ചുപോയ സെക്രട്ടറിയുടെ ഒപ്പ് ഫോർജറി ചെയ്തിട്ടാണ്. ഇനി അഥവാ ഒപ്പ് ഫോർജറി ചെയ്തതല്ലെങ്കിൽ പോലും മരിച്ചുപോയയുടെ ആളുടെ ഒപ്പിട്ട് എങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടത്താൻ കഴിയുക? ഇതാണ് പ്രധാനമായ എൻ്റെ ചോദ്യം. ആസൂത്രിതമായ ഒരു നീക്കത്തിലൂടെ അല്ലാതെ ഈ പൈസ ഇങ്ങനെ തട്ടിയെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് പൊതുജന സംസാരം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ഭാരവാഹികളായിരുന്ന 3 പേർ, അതായത് അന്നത്തെ പ്രസിഡന്റും താൽക്കാലിക സെക്രട്ടറിയായി ഉണ്ടായിരുന്നയാളും യൂണിയൻ പ്രതിനിധിയായിട്ടുള്ള ആളും, ഈ 3 പേരറിയാതെ ഇങ്ങനെ ഒരു മോഷണം, ഇങ്ങനെ ഒരു പണാപഹരണം അവിടെ നടക്കാൻ സാധ്യമല്ല. എന്നാൽ ഈ പണാപഹരണം പുറത്തേക്ക് അറിഞ്ഞപ്പോൾ ഉണ്ടായത് ഇത് ഒരു വ്യക്തിയുടെ മേൽ കെട്ടിവെച്ച് മറ്റു 2 പേർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പോലീസ് ഇത് കാണാതെ, അതായത് ഈ ഒപ്പ് വ്യാജമായി ഇട്ട് അക്കൗണ്ടിലേക്ക് പൈസ പിൻവലിച്ചത് കാണാതെ, ഇത് ഒരു സാമ്പത്തിക ഇടപാട് മാത്രമാണെന്നും അതിൽ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല എന്നും ഉള്ള സ്റ്റാൻഡാണ് കരിയിലക്കുളങ്ങര പോലീസ് എടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ SP-ക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ പറയപ്പെട്ടതിൽ 2 ആളുകൾ കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാരാണ്. ഈ പൈസയുടെ പേരിലുണ്ടായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് NSS കരയോഗത്തിന്റെ താലൂക്ക് യൂണിയൻ ഓഫീസിൽ അതിക്രമിച്ച് കയറി അവിടുത്തെ ഓഫീസ് സ്റ്റാഫിനെയും സെക്രട്ടറിയെ അടക്കം കയ്യേറ്റം ചെയ്തതിന് ഹരിപ്പാട് കോടതിയിൽ FIR ഇട്ട് കേരള പോലീസ് കേസെടുത്തിട്ടുള്ള വ്യക്തികളാണ് ഈ 2 പേരും. അതിലുപരിയായി ഇവർക്കെതിരെ ഹരിപ്പാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കോടതി ഉത്തരവ് ലംഘിച്ചതിനും കേസ് നിലവിലുണ്ട്. ഇത്തരക്കാരായ ആളുകൾ ഉൾപ്പെട്ട ഒരു സംഘമാണ് ഈ പൈസ മോഷ്ടിച്ചതിന് പിന്നിൽ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്ന പരാതി. ഇത് കൃത്യമായി അന്വേഷിച്ച് പോലീസ് നടപടി എടുക്കുന്നില്ല എങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസമുള്ള കോടതി ഇപ്പോഴും കേരളത്തിൽ നിലവിലുണ്ട്. ഞാൻ അവർക്ക് എതിരായി ഇതേ പരാതിയുമായി കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹരിപ്പാട് നങ്ങ്യാർകുളങ്ങര 726 നമ്പർ NSS കരയോഗത്തിൽ വ്യാജരേഖ ചമച്ച് 90 ലക്ഷം രൂപ തട്ടിയെടുത്തതായാണ് നിലവിൽ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. കരയോഗം അംഗമായ പള്ളിപ്പാട് സ്വദേശി പ്രഭാത് ജി പണിക്കരാണ് അന്നത്തെ പ്രസിഡന്റ് സജിത്ത്, താൽക്കാലിക സെക്രട്ടറി രവീന്ദ്രനാഥ് ചക്കാലേത്, യൂണിയൻ പ്രതിനിധി ഇല്ലത്ത് ശ്രീകുമാർ എന്നിവർക്കെതിരെ പരാതി നൽകിയത്. ദേശീയപാത വികസനത്തിന് കരയോഗത്തിന്റെ വസ്തു വിട്ടു നൽകിയ വകയിൽ ബാങ്കിൽ ലഭിച്ച 1 കോടിയോളം രൂപയിൽ നിന്നാണ് ക്രമക്കേട് നടത്തിയത് എന്ന് പരാതിയിൽ പറയുന്നു. 2022 സെപ്റ്റംബറിൽ അന്തരിച്ച അന്നത്തെ സെക്രട്ടറി ശ്രീകുമാറിന്റെ ഒപ്പ് വ്യാജമായി ചെക്കിൽ രേഖപ്പെടുത്തി തുക പ്രസിഡന്റിന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് ആക്ഷേപം. സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി താലൂക്ക് യൂണിയൻ ഓഫീസിൽ അക്രമം നടത്തിയതിന് പ്രതികൾക്കെതിരെ ഹരിപ്പാട് പോലീസ് മുൻപ് കേസെടുത്തിരുന്നതായും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ പ്രധാന തട്ടിപ്പിൽ പ്രാദേശിക പോലീസ് നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് ആഭ്യന്തരമന്ത്രിയെ സമീപിച്ചത് എന്ന് പരാതിക്കാരൻ വ്യക്തമാക്കുന്നു. ക്യാമറമാൻ ആഷിക്കിനൊപ്പം
അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.